നമസ്കാരം. ഫാമിലി ഗ്യാതറിങ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്താന്ന് സംസാരിക്കാത്തത്? നിനക്കെന്താ നാണമാണോ പേടിയാണോ? ഇവൻ്റെ വായിൽ കോലിട്ടിളക്കിയാലേ ശബ്ദം വരുള്ളൂ എന്നൊക്കെയുള്ള കമൻസ് കേട്ടിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ ലൈഫിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഭയങ്കര സൈലൻ്റ് ആണ്. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പ്രോബ്ലി ആ ഒരു ആൻസർ പറയില്ലായിരിക്കും. അപ്പോൾ ഞാൻ അന്വേഷിച്ചു, ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? അപ്പോൾ എനിക്ക് മനസ്സിലായത് പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ലിസൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഓപ്പൺ മൗത്ത് ഉള്ള ഒരാൾക്ക് പലപ്പോഴും ഒരു ക്ലോസ് മൈൻഡും കൂടി ആയിരിക്കും ഉണ്ടാവുക. കാരണം അവർ ആ പറയുന്ന കാര്യത്തിലാണ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇങ്ങനത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള സൈലൻ്റ് ആൾക്കാർ ഫോളോ ചെയ്യുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ 3 മെയിൻ കോൺസെപ്റ്റ്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടുള്ളത് സ്റ്റോയിക് അട്രാക്സിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇതിൽ ബേസിക്കലി പറയുന്നത്, ഒരു സംഭവം നടക്കുമ്പോൾ അതിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സമാധാനം തകർക്കുകയാണോ അതോ സംരക്ഷിക്കുകയാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഓഫീസിൽ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗ്യാതറിങ്ങിന് പോകുമ്പോൾ ചില ആൾക്കാർ നമ്മളെ പ്രകോപിപ്പിക്കാനായിട്ട് പല കമൻസും പറയും. ചിലപ്പോൾ നമ്മളെ പരിഹസിച്ചു എന്നിരിക്കും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു സെക്കൻഡ് നമ്മുടെ മനസ്സിൽ എടുത്തിട്ട് നമ്മൾ ആലോചിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ റെസ്പോൺസാണ്. അപ്പോൾ അതിൽ നമ്മൾ റെസ്പോൺസ് കൊടുക്കേണ്ട സമയങ്ങളുണ്ടാവും, റെസ്പോൺസ് കൊടുക്കാതെ ഇരിക്കേണ്ട സമയങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അവർ പറയുന്നത് കാര്യത്തിന് നമ്മൾ റെസ്പോൺസ് കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവാനുണ്ടോ? അല്ലെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? മേജർ പ്രൊപ്പോർഷൻ ഓഫ് ടൈമും ഒരു റെസ്പോൺസ് അറിയിക്കാത്ത കാര്യങ്ങളാവും ഇങ്ങനത്തെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് സൈലൻ്റായിട്ട് റെസ്പോൺസ് ചെയ്യുക, അവരുടെ മേ ബി അവരെ നോക്കി ഒന്ന് സ്ലൈറ്റായിട്ട് ചിരിച്ചിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് മാറുക. അങ്ങനെയാണ് അവർ നമ്മുടെ മുകളിൽ കാണിക്കുന്ന പവർ ഇല്ലാതാക്കാൻ പറ്റുക. അതേസമയം നോർമലി ഒരാൾ ഈ ഒരു ഫിലോസഫീസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഫോളോ ചെയ്യാത്ത ആളാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അതിനുള്ള റെസ്പോൺസ് കൊടുക്കുക, തിരിച്ച് എന്തെങ്കിലും പരിഹസിക്കുക ഒക്കെ ചെയ്ത് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റും. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള സൈലൻ്റ് ആൾക്കാർ പലപ്പോഴും റെസ്പോൺസ് അറിയിക്കാത്ത സിനാരിയോസിൽ റെസ്പോൺസ് കൊടുക്കാറില്ല. രണ്ടാമതായിട്ട് ടാവോയിസ് ഫിലോസഫിയിലുള്ള വൂ വേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കും, പക്ഷെ അതിനു വേണ്ടി അനാവശ്യമായ ബഹളങ്ങളോ പ്രകടനങ്ങളോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരാൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആളത് കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയുന്നുണ്ടാവും, ഷെയർ ചെയ്യുന്നുണ്ടാവും, ഓൺലൈനിൽ സ്റ്റേറ്റസ് ഇടുന്നുണ്ടാവും, അങ്ങനെ അറിയേണ്ട ആൾക്കാരെയൊക്കെ അറിയിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു സിനാരിയോയിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങൾ ഫെയിൽ ആവുകയാണ് നിങ്ങളുടെ ആ ഗോളിൽ എത്താൻ എന്നുള്ളത്, അപ്പോൾ നിങ്ങൾ ഈ നാട്ടുകാരുടെ എല്ലാം ഒരു 100 ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള സൈലൻ്റ് ആൾക്കാരാണെങ്കിൽ അവരവരുടെ ഗോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ടി എഫേർട്സ് ഇട്ടുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആരുടെ അടുത്തും അവർ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, വർക്ക് ഹാർഡ് ഇൻ സൈലൻസ് ആൻഡ് ലെറ്റ് സക്സസ് മേക്ക് ദ നോയ്സ്. തേർഡ്ലി, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് സാക്ഷിഭാവം വഹിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ബേസിക്കലി പറയാം, നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലായിക്കോട്ടെ പലപ്പോഴും ചില ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നോർമലി നടക്കുന്നൊരു കാര്യമാണ് അവിടെ നിൽക്കുന്ന നിങ്ങളെയും കൂടി അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും, ആരാണ് ശരി, ആളുടെ സൈഡിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ ഇൻവോൾവ് ആവുകയാണ് അല്ലെങ്കിൽ അതിലേക്ക് ഒരു ആളുടെ സൈഡ് പിടിക്കുകയാണെങ്കിൽ പ്രോബബ്ലി ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നതോടെ ഒരാൾ നിങ്ങളുടെ ശത്രുവും ഒരാൾ നിങ്ങളുടെ സൈഡിലുമായി മാറും. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് നോർമലി അവരിങ്ങനത്തെ സിനാരിയോസിൽ സാക്ഷിഭാവം വഹിക്കും. എന്ന് വെച്ചാൽ ഇതൊരു ഡ്രാമ പ്ലേ ഔട്ട് ആവുന്നത് പോലെ അവർ ആ സിറ്റുവേഷൻ അവരെ തന്നെ റിമൂവ് ചെയ്ത് ഒബ്സർവ് ചെയ്യും എന്താണ് നടക്കുന്നത്.
ഇപ്പോൾ ഒരു 2 ഫ്രണ്ട്സ് തമ്മിലൊരു ആർഗ്യുമെൻ്റ് നടക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇവർ തമ്മിലുള്ള ഈഗോ കൊണ്ടുള്ള പ്രോബ്ലംസാണ്. ഈ ആൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് പറയുന്നത്, മറ്റേ ആൾ ഈ സർട്ടൻ കാരണങ്ങൾ കൊണ്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി അനലിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്സർവേഷൻ മോഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സൈലൻ്റ് ആൾക്കാർ അനാവശ്യമായ ആർഗ്യുമെൻറ്റ്സിലും ഡിസ്കഷൻസിലും അവർ ഇൻവോൾവ് ആവാതെ എപ്പോഴും നോക്കും. അവർ സൈലൻ്റ് ആയിട്ടൊരു ഒബ്സർവർ മോഡിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതൊക്കെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള സൈലൻ്റ് ആൾക്കാർ അവരുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ചില ടാക്ടിക്സും കോൺസെപ്റ്റ്സും ഒക്കെ. ഇത് നിങ്ങളുടെ ലൈഫിലും ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ കൂടി കണ്ടു നോക്കുക. ഇതും പ്രോബബ്ലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഓർ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതേപോലത്തെ ഡെയിലി ലൈഫ് പ്രോബ്ലംസ് പ്രാക്ടിക്കൽ ഫിലോസഫിയുടെ ലെൻസിലൂടെ കാണാനും ഓവർകം ചെയ്യാനും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.